അംബേദ്കർ വിഷയത്തിൽ അമിത്ഷായ്ക്ക് നേരെ പ്രതിപക്ഷം വിമർശനം ഉയർത്തുന്നതിനിടയിലാണ് പ്രധാനമന്ത്രി റൂട്ട് തിരിച്ചുവിട്ടിരിക്കുന്നത്. പറഞ്ഞുവരുന്നത് അംബേദ്കർ വിഷയത്തിൽ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിരിക്കുന്നു എന്ന കാര്യമാണ്. ബി.ആർ. അംബേദ്കർ രാജ്യത്തിന് നൽകിയ സംഭാവനകളെ അവഗണിച്ച കോൺഗ്രസ് എല്ലായ്പ്പോഴും ഒരു കുടുംബത്തിന് മാത്രം ക്രെഡിറ്റ് നൽകുകയായിരുന്നുവെന്നാണ് പ്രധാനമന്ത്രി ആരോപിച്ചത്. ബി.ആർ. അംബേദ്കറെ കുറിച്ചുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പരാമർശങ്ങൾക്കെതിരെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ ബി.ജെ.പിക്കെതിരെ വലിയ പ്രതിഷേധങ്ങൾ നടത്തുന്നതിന് ഇടയിലാണ് പ്രധാനമന്ത്രിയുടെ ഈ പ്രതികരണം എന്നത് ശ്രദ്ധേയമാവുകയാണ്. നന്നായി കൈകാര്യം ചെയ്യപ്പെടുന്ന ജലസ്രോതസ്സുകളുള്ള രാജ്യങ്ങൾക്ക് മാത്രമേ പുരോഗതി കൈവരിക്കാൻ കഴിയൂവെന്നും രാജ്യത്തിന്റെ ജലസ്രോതസ്സുകളെ ശക്തിപ്പെടുത്തുന്നതിൽ അംബേദ്കറുടെ ദർശനം നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മധ്യപ്രദേശിലെ ഖജുരാഹോയിൽ കെൻ ബെത്വ നദി ബന്ധന പദ്ധതിയുടെ തറക്കല്ലിടൽ ചടങ്ങിനിടെയാണ് പ്രധാനമന്ത്രിയുടെ ഈ പരാമർശം. ബാബാ സാഹേബ് അംബേദ്കറുടെ ദർശനവും ദീർഘവീക്ഷണവും ഇന്ത്യയുടെ ജലസ്രോതസ്സുകൾ, ജലപരിപാലനം, അണക്കെട്ട് നിർമ്മാണം എന്നിവയെ ശക്തിപ്പെടുത്തുന്നതിൽ ഗണ്യമായ സംഭാവന നൽകി. ഇന്ത്യയിലെ പ്രധാന നദീതട പദ്ധതികളുടെ വികസനത്തിൽ അംബേദ്കർ നിർണായക പങ്കുവഹിച്ചു. ഇപ്പോഴത്തെ സെൻട്രൽ വാട്ടർ കമ്മീഷൻ രൂപീകരണത്തിന് പിന്നിലും അദ്ദേഹത്തിന്റെ ശ്രമങ്ങളുണ്ട് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. എന്നാൽ കോൺഗ്രസ് പാർട്ടി ഒരിക്കലും രാജ്യത്തിന്റെ വർദ്ധിച്ചു വരുന്ന ജലസംരക്ഷണത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ശ്രദ്ധിച്ചിട്ടില്ല. ഭരണഘടനാ ശില്പിയുടെ ശ്രമങ്ങളെ അവർ അംഗീകരിക്കുന്നില്ല. കോൺഗ്രസും ഭരണവും ഒരിക്കലും ഒരുമിച്ച് മുന്നോട്ടു പോയിട്ടില്ല. കോൺഗ്രസ് സർക്കാരുകൾ തറക്കല്ലിട്ട പദ്ധതികൾ 35 മുതൽ 40 വർഷം വരെ വൈകി. 21ാം നൂറ്റാണ്ടിലെ പ്രധാന വെല്ലുവിളി ജലസുരക്ഷയാണ്. ഈ സാഹചര്യത്തിൽ കൃത്യമായ മാനേജ്മെന്റിനൊപ്പം മതിയായ ജലസ്രോതസ്സുകളുള്ള രാജ്യങ്ങൾ മാത്രമേ മുന്നോട്ടു പോകൂ എന്നാണ് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടത്. മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, അസം മുഖ്യമന്ത്രിമാരായ ദേവേന്ദ്ര ഫട്നാവിസ്, യോഗി ആദിത്യനാഥ്, ഹിമന്ത ബിശ്വ ശർമ്മ എന്നിവർ അംബേദ്കർ വിഷയത്തിൽ കോൺഗ്രസിനെതിരെ സമാന രീതിയിൽ രൂക്ഷമായ പരാമർശങ്ങൾ നടത്തിയതിനു പിന്നാലെയാണ് പ്രധാനമന്ത്രിയുടെ ഈ കടന്നാക്രമണവും. അതേസമയം ബി.ജെ.പി ജനാധിപത്യത്തോടും ഭരണഘടനയോടും ശത്രുത പുലർത്തുന്നുവെന്നാരോപിച്ച് കോൺഗ്രസ് തിരിച്ചടിച്ചു. ഭരണഘടനാ നിർമ്മാതാക്കളായ ഭരണഘടനാ സംരക്ഷകരെയും സ്വതന്ത്ര പോരാളികളെയും ജനാധിപത്യത്തിന്റെ സംരക്ഷകരെയും ബി.ജെ.പിയും സംഘവും എക്കാലവും എതിർത്തിട്ടുണ്ട്. സംഘപരിവാറിനും ബി.ജെ.പിക്കും അവരുടെ അനുബന്ധ സംഘടനകൾക്കും ജനാധിപത്യത്തെയും ഭരണഘടനയെയും അംഗീകരിക്കാനാവില്ലെന്നാണ് ഈ വസ്തുതകളെല്ലാം വ്യക്തമാക്കുന്നതെന്ന് കോൺഗ്രസ് നേതാവ് സുരേന്ദ്ര രാജ്പൂത് പറഞ്ഞു. അതേസമയം പാർലമെന്റ് സമ്മേളനം അവസാനിച്ചുവെങ്കിലും ബി.ആർ. അംബേദ്കറിനെതിരായ അമിത്ഷായുടെ വിവാദ പരാമർശം ആളിക്കത്തിക്കാനും ഇന്ത്യ സഖ്യം പാർട്ടികളെ തമ്മിൽ ചേർത്തു നിർത്തുന്ന മുഖ്യ വിഷയമാക്കാനും കോൺഗ്രസ് തന്ത്രമൊരുക്കി വരികയാണ്. പാർലമെന്റ് സമ്മേളനത്തിന്റെ തുടക്കത്തിൽ മുഖം തിരിഞ്ഞു നിന്ന ഇന്ത്യ സഖ്യം പാർട്ടികളെ ഒന്നിച്ചു നിർത്താൻ അമിത്ഷായുടെ പരാമർശം സഹായിച്ചുവെന്ന കണക്കുകൂട്ടലാണ് പാർട്ടി നേതൃത്വത്തിനുള്ളത്. അംബേദ്കർ വിഷയത്തിൽ കൂടുതൽ ജനശ്രദ്ധ ആർജിക്കാൻ എല്ലാ സംസ്ഥാനത്തും വൈകാതെ പ്രധാന നേതാക്കളെ വെച്ചുള്ള മാധ്യമ സമ്മേളനം നടത്താൻ നേതൃത്വം PCCകളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. സംസ്ഥാന ജില്ലാ അടിസ്ഥാനത്തിൽ പ്രതിഷേധ റാലികൾ ഉൾപ്പെടെ പരിപാടികൾക്കും ആഹ്വാനം ചെയ്തിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ സഖ്യം നേതാക്കൾ ഒന്നിച്ചെത്തുന്ന വേദി ഉണ്ടായിട്ടില്ല. ഇന്ത്യ സഖ്യത്തിന്റെ യോഗവും നടന്നിട്ടില്ല. ഇത് രണ്ടും സാധ്യമാകുമോ എന്ന ആലോചന നേതൃത്വത്തിന്റെ മനസ്സിലുണ്ട്. പ്രഖ്യാപനത്തിന് മുൻപ് പാർട്ടികളുടെ സമ്മതം തേടേണ്ടതുണ്ട്. അതേക്കുറിച്ചുള്ള ആലോചന പ്രവർത്തക സമിതി യോഗത്തിൽ വന്നേക്കുമെന്നാണ് അവർ പറയുന്നത്.